വട്ടിയൂർക്കാവ് അജിത് കുമാർ, ഈ ബോബി ചെമ്മണ്ണൂർ ഇന്ന് പുറത്തിറങ്ങി, പക്ഷെ ഇന്ന് സ്വീകരണം കൊടുത്തിരുന്നോ നിങ്ങൾ? അദ്ദേഹത്തിന് അതിരാവിലെയാണ് ജാമ്യം കിട്ടി അദ്ദേഹം പുറത്ത് ഇറങ്ങിയത്. ഇന്നലെ ജാമ്യം കിട്ടിയിരുന്നു. അദ്ദേഹം പുറത്ത് രാവിലെ ഇറങ്ങിപ്പോയത് കൊണ്ടും ട്രാഫിക് ബ്ലോക്ക്, എറണാകുളത്തെ ബ്ലോക്ക് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ആ ബ്ലോക്കിൽപ്പെട്ട് ഞങ്ങൾ ഒരല്പം വൈകിപ്പോയി. അദ്ദേഹം പോയി തൊട്ട് ഉടനെ തന്നെ നമ്മൾ എത്തുകയും ചെയ്തു. അപ്പോൾ മാലയിട്ട് സ്വീകരിക്കാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങളവിടെ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചിട്ടുണ്ട്. പക്ഷേ ജയിലിൻ്റെ ഫ്രണ്ടിൽ എന്ന് വെച്ചാൽ റോഡിൽ, ജയിൽ കോമ്പൗണ്ടിലല്ല, അതിൻ്റെ ഫ്രണ്ടിൽ റോഡിൻ്റെ സൈഡിൽ പടക്കം പൊട്ടിക്കുവാൻ വേണ്ടി ഇന്നലെ പോലീസ് ഓക്കെ പറഞ്ഞതാണ്. ഇന്ന് പോലീസ് അത് എതിർക്കുകയുണ്ടായി. എതിർക്കുന്നതിൻ്റെ ഒരു സ്വാഭാവികമായിട്ട് എതിർത്തതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മാറി ഞങ്ങൾ ആ പടക്കം പൊട്ടിച്ച് ഞങ്ങളുടേതായ ആഘോഷം അവിടെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് അവിടെ അത് പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ കണ്ണിൽ ഏതൊരു പുരുഷനും ഇവിടെ ഒരു നീതി നടപ്പിലാവണം. സ്ത്രീക്ക് കിട്ടുന്ന അതേ പരിഗണന ഈ പടക്കം പൊട്ടിച്ചത് ഈ സ്ത്രീ വിരുദ്ധത പറഞ്ഞതുകൊണ്ടാണോ, അതോ ജാമ്യം കിട്ടിയത് കൊണ്ടാണോ, അതോ മാപ്പ് പറഞ്ഞതുകൊണ്ടാണോ, അതോ കോടതിയിൽ വലിയ ഷോ കാണിക്കാൻ ശ്രമിച്ചതിന് വലിയ തിരിച്ചടി കിട്ടിയതിനാണോ? ഏതിനാണ് നിങ്ങൾ ഇന്ന് പടക്കം പൊട്ടിക്കാൻ ശ്രമിച്ചത്, അല്ലെ നിങ്ങൾ സ്വകാര്യമായി പടക്കം പൊട്ടിച്ചത്? ഒരു നിരപരാധിക്ക് ജാമ്യം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഒരു കേസ് നിലവിൽ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അദ്ദേഹത്തിന് ജയിലിൽ പോയതിന്റെ അടിസ്ഥാനത്തിൽ നിരപരാധി എന്ന് ആര് പറഞ്ഞു? പറ്റൂ. കോടതിയല്ലേ നിരപരാധിത്വം തെളിയിക്കേണ്ടത്. കിട്ടി, അത് പുറത്തു വന്നതിന്റെ ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ ചെയ്തത്. അല്ല, നിരപരാധി എന്ന് ആര് പറഞ്ഞു? ജാമ്യം കിട്ടിയിരിക്കാം. അത് കോടതി തന്നെയാണ് നിരപരാധിത്വം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നിരപരാധി. അത് വട്ടിയൂർക്കാവ് അജിത് കുമാർ താങ്കൾക്ക് അറിയുമായിരിക്കും. അതായത് ജയിലെന്ന് പറയുന്നത് ഒരു എക്സെപ്ഷനും കേട്ടോ, ആരോപിക്കപ്പെട്ട ആളാണ്. അതെ അതെ, കുറ്റാരോപിതനാണ്. എല്ലാവരും അങ്ങനെയാണ്, കുറ്റം തെളിയുന്നത് വരെ. പക്ഷെ അതുവരെ നിരപരാധിയുമല്ല. ഈ ജയിലെന്ന് പറയുന്നത് ഒരു എക്സെപ്ഷനും ആരോപണ വിധേയൻ, അത്രയേ ഉള്ളൂ. ആയിക്കോട്ടെ. താങ്കൾ പറഞ്ഞു നിരപരാധിയായ ഒരാൾക്ക് ജാമ്യം കിട്ടിയതിലുള്ള സന്തോഷം നിയമപരമായി അത് ശരിയല്ല, അത് തിരുത്തണം താങ്കൾ. അല്ലല്ല, ഞങ്ങളുടെ കണ്ണിൽ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ ഡബിൾ മീനിങ് പറയുന്ന ഒരാൾ ആണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ഈ പ്രശസ്തയായിട്ടുള്ള നടി ഹണി റോസ് അദ്ദേഹത്തിൻ്റെ ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിന് പോയതും അടുത്ത് രണ്ടാമത് വേറൊരു പ്രോഗ്രാമിന് പോയതും ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്ന ഒരു വ്യക്തിയല്ല എന്ന് മനസ്സിലാക്കിയിട്ടല്ല. കേരളത്തിലെ എല്ലാവർക്കും അറിയാം അദ്ദേഹം ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്ന ഒരു വ്യക്തിയാണ്, അങ്ങനെ സംസാരിക്കുന്നതാണ്. ദ്വയാർത്ഥം അത് മോശം വാക്കാണെന്ന് കണ്ടെത്തുന്നത് നമ്മളാണ്. അതാദ്യം മനസ്സിലാക്കണം. ഈ കേൾക്കുന്നവരാണ് അദ്ദേഹം അത് പറഞ്ഞത് വേറൊരു അർത്ഥത്തിലാണ് എന്ന് ചിന്തിക്കുന്നത് നമ്മളാണ്. അദ്ദേഹം പറയുന്നത് സ്ത്രീകളോട് മാത്രമല്ല പുരുഷന്മാരോടും പറയുന്നുണ്ട് ദ്വയാർത്ഥത്തിൽ. അപ്പോൾ അത് അങ്ങനെ ഏതെങ്കിലും ലൈസൻസ് അദ്ദേഹത്തിന് മാത്രമായി ഉണ്ടോ? പൗരന്മാരെ ആക്ഷേപിക്കാൻ, ദ്വയാർത്ഥങ്ങളിലൂടെ പൗരന്മാരെ ആക്ഷേപിക്കാൻ എന്തെങ്കിലും അവകാശം പ്രത്യേകമായി ബോബി ചെമ്മണ്ണൂരിനുണ്ടോ? അത് അദ്ദേഹത്തിന് അറിയാം എന്നൊക്കെ പറയുന്നു. അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറയുന്നു. അതൊക്കെയല്ലേ ഇന്ന് കോടതിയിൽ പൊളിഞ്ഞു വീണത്? കോടതി അംഗീകരിക്കുന്നില്ലേ ഈ പുരുഷ കൂട്ടായ്മ? ഒരു സാഹചര്യത്തിൽ ഓക്കെ തീർച്ചയായിട്ടും ഞാൻ പറയാണ്, നമ്മൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ദ്വയാർത്ഥം പറയാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയുണ്ടോ? ഈ അടുത്ത കാലത്ത്, ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ ഒരു മാധ്യമ പ്രവർത്തകനെ തന്നെ ഇതേപോലെ ദ്വയാർത്ഥം പറഞ്ഞു എന്ന് പറഞ്ഞ് കേസെടുത്തില്ലേ? വനിതാ കമ്മീഷനിലെ സമയത്ത് കേസെടുത്തില്ലേ? അപ്പൊ എല്ലാവരും ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നതാണ്. സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ? അതെ, അത് തന്നെയാണ് തുല്യത. ആ തുല്യത ഇവിടെ, ആ ഈക്വാളിറ്റി ഇവിടെ ബോബി ചെമ്മണ്ണൂർ കിട്ടിയിട്ടില്ല. അദ്ദേഹം ഒരു തീവ്രവാദിയല്ല, അദ്ദേഹം ഒരു ബലാത്സംഗ കേസിലെ പ്രതിയല്ല, അദ്ദേഹം ഒരു കൊലപാതകയല്ല. ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ സമൂഹത്തിന് നന്മ ചെയ്യുന്ന, കൊലപാതകം, കള്ളക്കടത്ത് ഇതൊന്നും അദ്ദേഹത്തിന് മേൽ ചുമത്തിയിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് മേൽ ചുമത്തിയത് സ്ത്രീ വിരുദ്ധമായ പരാമർശം, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ മാത്രമല്ല ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ അവരുടെ ശരീരത്തെ സ്പർശിക്കുന്നത് അടക്കമുള്ള കുറ്റങ്ങളാണ് എന്താണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയത്.
പിന്നെന്താണ് കൊള്ളക്കാരനല്ല അപ്പോൾ അത് മാത്രമേ ഉള്ളോ രാജ്യത്ത് കുറ്റം? എന്ത് സന്ദേശമാണ് അജിത് കുമാർ നൽകുന്നത്? അല്ല, ദ്വയാർത്ഥ പ്രയോഗത്തിന് ഒരാളിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാൻ പറ്റില്ല. ദ്വയാർത്ഥ പ്രയോഗമോ ഒരു കമന്റോ ഇട്ടതിന്റെ പേരിൽ ഒരാളിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിൽ കൈനീട്ടി ദിവസങ്ങൾ ജയിലിൽ കിടക്കുകയും ചെയ്തല്ലോ. ഇവിടെ ജാമ്യം കിട്ടിയത് ജയിലൊരു എക്സെപ്ഷനും ജാമ്യം ഒരു റൈറ്റുമാണ് എന്ന കോടതിയുടെ വിശാലമായ ചിന്തയുടെ, ജുഡീഷ്യറിയുടെ വിശാലമായ ഒരു പരിപ്രേക്ഷ്യത്തിലാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത്. ആ ജാമ്യം കിട്ടിയത് എല്ലാ അർത്ഥത്തിലും കേസിൻ്റെ മെറിറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന വിജയമായി കാണരുത് ദയവായി അജിത് കുമാർ. താങ്കൾക്ക് തുടരാം. അല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും അത് തെറ്റായിട്ട് എടുക്കണ്ട. ഇവിടെ പുരുഷന്മാർക്ക് തുല്യനീതി നടപ്പിലാവുന്നില്ല. അതിൻ്റെ കാരണം അവരെ സന്തോഷത്തോടു കൂടിയിട്ട് ഈ ഉദ്ഘാടനം കഴിഞ്ഞു, പിരിഞ്ഞു പോയി, ഒരുമിച്ച് ഡാൻസ് ചെയ്തു, ചിരിച്ചു. ബോബി ചെമ്മണ്ണൂരിനെ പറ്റി നല്ലത് മാത്രമാണ് ഹണി റോസ് പറഞ്ഞത്. അത് മാത്രവുമല്ല, അവരുടെ ഫേസ്ബുക്കിൽ അത് ഷെയർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഷെയർ ചെയ്തതിന് ശേഷം 4 മാസങ്ങൾക്ക് ശേഷം ആണ് ഈ പരാതി വരുന്നത്. എന്തടിസ്ഥാനത്തിൽ? കാരണം ഒരു സാധാരണ ഒരു പെൺകുട്ടിയല്ല, ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കോടതിയിൽ നടന്ന കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. കാരണം അങ്ങനെ ഒരു പൊതുവേദിയിൽ ഹണി റോസ് എന്ന നടി അവിടെ പരസ്യമായി എതിർത്ത് അത് മോശമാക്കാഞ്ഞത് അവരുടെ മാന്യത കൊണ്ടാണെന്ന് കോടതി പ്രത്യേകം നിരീക്ഷിച്ചിട്ടുണ്ട്. അതാണ് അതിലെ നിഷ്പക്ഷ നിരീക്ഷണം അജിത് കുമാർ. അത് ഹണി റോസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പല നടിമാരോടും പല വിധത്തിൽ സ്ത്രീകളോടും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം അങ്ങനെ പെരുമാറിയിട്ടുണ്ട്. കൈ പിടിച്ചത് അതിൽ തന്നെയാണ്. റിമാൻഡ് വന്നത് അങ്ങനെ തന്നെയാണ്. ഇല്ല, റിമാൻഡ് വന്നത് ഒരു വ്യക്തിയെ റിമാൻഡ് ചെയ്യണമെങ്കിൽ അവരുടെ കൈ പിടിച്ച് മോശമായിട്ട് എന്തെങ്കിലും ചെയ്തു എന്ന് ആരോപിച്ചിരിക്കാം. ആ രഹസ്യമൊഴിയാണ്, നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. അതാണ് അവിടെ നടന്നിട്ടുള്ളത്. അല്ലാതെ കമന്റ് ഇട്ടെന്നോ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്ന് പറഞ്ഞ ഒരാളിനെ റിമാൻഡ് ചെയ്യാൻ പറ്റില്ല. റിമാൻഡ് ചെയ്തിരിക്കുന്നത് എന്തോ മോശമായിട്ട് അവരെ പെരുമാറി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, സന്തോഷമായിട്ട് അവിടെ നിന്ന് പിരിയുകയും ബോബി ചെമ്മണ്ണൂരിനെ പറ്റി നല്ല അഭിപ്രായം പറയുകയും അവരുടെ ഫേസ്ബുക്കിൽ അത് ഷെയർ ചെയ്യുകയും 4 മാസങ്ങൾ കഴിഞ്ഞിട്ട് അവരുടെ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിനും ഏതാനും ദിവസങ്ങൾക്ക് മുൻപെയാണ് ഈ ആരോപണം വരുന്നത്. വീണ്ടും അതായത് ഈ ജാമ്യാപേക്ഷയിൽ പോലും പരാതിക്കാരിയെ അധിക്ഷേപിക്കുന്ന സമീപനമാണ് ബോബി ചെമ്മണ്ണൂർ നടത്തിയതെന്ന കോടതിയുടെ നിരീക്ഷണം, വിമർശനം, ഇതൊക്കെയുള്ള പശ്ചാത്തലത്തിൽ അജിത് കുമാർ പറയുന്ന ഓരോ വാക്യങ്ങളിലും സ്ത്രീ വിരുദ്ധതയുണ്ട്, കോടതി അലക്ഷ്യമുണ്ട്, നിയമവിരുദ്ധതയുടെ ഘടകമുണ്ട്. അത് സൂക്ഷിച്ച് സംസാരിച്ചാൽ വട്ടിയൂർക്കാവിന് കൊള്ളാം, അല്ല അജിത് കുമാറിന് കൊള്ളാം.